ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളിന്ന് പട്ടുപാവാടയുടെ ബ്ലൗസാണ് കേട്ടോ തയ്ച്ചെടുക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ എങ്ങനെയാണ് ബ്ലൗസ് തയ്ച്ചെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ലൈനിങ് തുണിയിലും മെയിനായിട്ടുള്ള തുണിയിലും ഷേപ്പ് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിതിൽ എത്ര ഇഞ്ചിലാണ് തുണി എടുത്തതെന്നും എങ്ങനെയാണ് മടക്കിയിട്ടതെന്നും ഉള്ളത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അത് മനസ്സിലാവും. നമ്മൾ തയ്ച്ചെടുക്കുന്ന ഈ ഒരു ബ്ലൗസ് ഉണ്ടല്ലോ, അത് 10 വയസ്സിനും താഴോട്ട് വരുന്ന മക്കളുടെ അളവിന് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു തുണീനെ 4ആക്കി മടക്കിയിടുക. അതിൽ നമ്മൾ വണ്ണം എടുത്തിട്ടുള്ളത് 9.5 ഇഞ്ചാണ് കേട്ടോ മൊത്തം വണ്ണം. നമ്മുടെ ബ്ലൗസ് തയ്ക്കാനായിട്ടുള്ള ഇറക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് 13 ഇഞ്ചാണ്. നമ്മുടെ കൂട്ടുകാർ നമ്മൾ ഇതേ അളവ് തന്നെ എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഹൈറ്റൊക്കെ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒന്ന് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇറക്കൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അതിന് ശേഷം 1 ഇഞ്ച് അങ്ങാനും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ടുള്ള അളവെടുക്കുക. അതുപോലെ തന്നെ വണ്ണവും ഒന്ന് അളന്ന് നോക്കാം കേട്ടോ. 10 വയസ്സിനും താഴോട്ടുള്ള മക്കൾക്കുള്ള അളവിനുള്ള ബ്ലൗസാണെന്ന് പറഞ്ഞാലും ഇത് വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വയസ്സെന്ന് പറഞ്ഞാലും ചില മക്കൾ കുറച്ച് തടിച്ചിട്ടായിരിക്കും, ചില മക്കൾ അതുപോലെ തന്നെ തടി കുറഞ്ഞിട്ടായിരിക്കും, പിന്നെ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഒന്നും കൂടിയും അളന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യേണ്ടത്. ബ്ലൗസിന് നമ്മൾ ഇറക്കും വണ്ണമൊക്കെ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതേപോലെ തന്നെ അതിൻ്റെ ഷോൾഡർ ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളത് കഴുത്ത് മാർക്ക് ചെയ്യണം. കഴുത്ത് നമ്മൾ 3 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഷോൾഡർ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ട് 5 ഇഞ്ചാണ് കേട്ടോ കൈക്കുഴിയുടെ ഇറക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ നമ്മൾ വരച്ചതിൻ്റെ ശേഷം 1.5 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യുക. അവിടെ നമ്മൾ ആ ഒരു കൈക്കുഴിയുടെ ഷേപ്പ് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. 4ആക്കി മടക്കിയിട്ടിട്ടുള്ള തുണിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അളവുകളൊക്കെ മാർക്ക് ചെയ്ത് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ലൈനിങ്ങും മെയിനായിട്ടുള്ള തുണിയും തമ്മിൽ നമ്മൾ കൂട്ടി വെച്ച് തയ്ച്ചെടുത്തതാണ് കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് പീസിൽ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്ത് കഴുത്ത് നമ്മൾ കൈയോടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുത്ത് നമ്മൾ 3 ഇഞ്ച് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ ബാക്ക് ഭാഗത്ത് നമ്മൾ 2.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്ലൗസിനൊക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ച് തയ്ക്കില്ലേ, അതുപോലെയാണ് ഈ ഒരു ബാക്ക് ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അത് കാരണം 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. ബാക്ക് ഭാഗത്തെ തുണിയിൽ നമ്മൾ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് പട്ട തയ്ച്ചെടുക്കാനായിട്ടുണ്ട്, കൊടുക്കൊക്കെ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണേ. ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തുണിയുടെയും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്ക് പീസിലാണെന്നുണ്ടെങ്കിലും ക്രോസ് പീസ് വേണം, അതുപോലെ തന്നെ പട്ട തയ്ച്ചെടുക്കാനായിട്ട് വേണം ബാക്ക് പീസ്, അതുപോലെ തന്നെ താഴ്വശം തയ്ച്ചെടുക്കാനായിട്ട്. മെയിനായിട്ടുള്ള ആ ഒരു തുണിയിൽ നിന്നിട്ട് കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ. അതായത് നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് ഫ്രില്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബ്ലൗസിന് വേറെ നമ്മൾ കൈ വെച്ച് തയ്ക്കുന്നില്ല, ഫ്രില്ലാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഭംഗി. അപ്പോൾ അത് തയ്ച്ചെടുക്കാനായിട്ട് കുറച്ച് നീളത്തിൽ നമ്മൾ തുണി കട്ട് ചെയ്ത് എടുക്കാനായിട്ട് മറക്കരുത്. ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മൾ സാധാരണ ബ്ലൗസിന് തയ്ച്ചെടുക്കുന്ന പോലെ ഒരു സൈഡ് കുളത്ത് ആ ഒരു ഹോളുണ്ടല്ലോ അതും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒരു വശം നമ്മൾ ഉള്ളിലോട്ട് മറിച്ച് തയ്ക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ കഴുത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ച് ഉള്ളിലോട്ട് മറിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബാക്ക് പീസിൻ്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴ്വശവും കൂടി തയ്ച്ചെടുക്കാനുണ്ട് കേട്ടോ. അത് ഫ്രണ്ട് ഭാഗത്തെ കഴുത്തൊക്കെ തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് താഴ്വശം നമുക്ക് ഒപ്പാക്കിയിട്ട് തയ്ച്ചെടുക്കാം. ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശത്തെ കഴുത്ത് തയ്ക്കാനായിട്ട് നമ്മൾ ക്യാൻവാസിൽ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത് 4 ഇഞ്ചും വീതി വന്നിട്ട് 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ക്യാൻവാസിൽ ഇതേ അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് റൗണ്ടായിട്ട് വരച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാൻവാസിനെ നമുക്ക് ലൈനിങ് തുണിയിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടും വേണമെങ്കിൽ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സൈഡ് വശവും കൂടി നമുക്കതിൻ്റെ അരികു വശം ഉണ്ടല്ലോ ആ ഒരു ഭാഗം കൂടുതലുള്ളത് കട്ട് ചെയ്ത് ഉള്ളിലോട്ട് മടക്കി തയ്ച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു തുണിയുടെ നല്ല പുറത്ത് വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ട് ബാക്കി നിൽക്കുന്ന ആ ഒരു തുണീനെ കട്ട് ചെയ്ത് കളയണം. അതിന് ശേഷം ഉള്ളിലോട്ട് മറിച്ചിടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
ആ ഒരു ക്യാൻവാസ് നിൽക്കുന്ന ഭാഗം ഉള്ളിലോട്ട് ഇപ്പം മറിച്ച് തയ്ക്കുന്നില്ല കേട്ടോ. ഇതുപോലെ നിർത്തി വെച്ചിട്ട് ബാക്കിൽ ആ ഒരു പീസ് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ കൂട്ടി തയ്ച്ചെടുക്കുക. അതിന് ശേഷമാണ് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. ഉള്ളിലേക്ക് വെച്ചിട്ടേ മറിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് കൈക്കുഴിയുടെ ആ ഒരു ഭാഗം തയ്ച്ചെടുക്കണം. അതിന് മുപ്പാട് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞ് ഒപ്പാക്കി വെക്കുക കേട്ടോ രണ്ട് വശം. അതിന് ശേഷം നമ്മുടെ ലൈനിങ് തുണിയിൽ നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് കൂട്ടി തയ്ച്ചെടുക്കുക. നമുക്ക് രണ്ട് കൈക്കുഴിയുടെ ഭാഗവും നമുക്ക് ഉള്ളിലോട്ട് തയ്ച്ച് മറയ്ക്കാനുണ്ട്. ക്രോസ് പീസിനെ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ വെച്ചതിൻ്റെ ശേഷം നമുക്ക് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കാം. തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്ത് മുഴുവനും ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾക്കത് മറച്ച് തയ്ക്കുമ്പോൾ അവിടെ ആകെ ചുക്കി ചുളിഞ്ഞൊക്കെ നിൽക്കും. അങ്ങനെ നിൽക്കാതെ കറക്റ്റ് നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം അതിൻ്റെ ആ ഒരു സൈഡിൽ പതിച്ച് തയ്ച്ചതിൻ്റെ ശേഷം നമുക്ക് ഉള്ളിലോട്ട് മൊത്തമായി മടക്കി ഒന്ന് തയ്ച്ചെടുക്കാം. രണ്ട് കൈക്കുഴിയുടെ ഭാഗവും നമ്മൾക്ക് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ താഴ്വശം ഒന്ന് കറക്റ്റല്ലേന്ന് നോക്കുക. അതിന് ശേഷം ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് ഉള്ളിലോട്ട് മടക്കി നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ താഴ്ഭാഗം. ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിലും നമുക്ക് ഇതേ രീതിക്ക് തന്നെ തയ്ച്ചെടുക്കാം. രണ്ട് കൈക്കുഴിയുടെ ഭാഗത്തും നമ്മൾ നല്ല കട്ടിയിൽ ഫ്രില്ല് തയ്ച്ച് പിടിപ്പിക്കുന്നുണ്ട് ഈ ഒരു ബ്ലൗസിന്. നമ്മൾ അതിനായിട്ട് നമ്മൾ നേരത്തെ തുണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു തുണിയുടെ ചീത്തവശമാക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഉടുപ്പിനൊക്കെ ബാക്കിലേക്ക് വള്ളി തയ്ച്ചെടുക്കില്ലേ, അതേപോലെ ഇങ്ങനെ വന്ന് തയ്ച്ചെടുക്കുക കേട്ടോ മുഴുവനായിട്ടും. അതിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കത് മറച്ചിടുമ്പോൾ ഒരുപാട് ചുളിവുകളില്ലാതെ വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ആ ഒരു തയ്പ്പുള്ള ഭാഗത്ത് ഇതേപോലെ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഒന്ന് സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട്, വീതിയുള്ള തുണിയാണെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് പറ്റും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈർക്കിളിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് മറച്ച് മുഴുവനായിട്ട് നല്ല വശമാക്കി എടുക്കാം കേട്ടോ. നല്ല വശമാക്കിയതിൻ്റെ ശേഷം നമുക്കതിൻ്റെ സ്റ്റിച്ച് പോലെ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ നമ്മൾക്ക് ഫ്രില്ല് പോലെ ഞെറിവിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇത് ഇതേപോലെ എടുക്കാം. അപ്പോൾ നമ്മൾ വെച്ചപ്പോൾ കണ്ടില്ലേ, ആ ഒരു സ്റ്റിച്ച് പോയ ഭാഗം ഇതേപോലെ നേരെ താഴോട്ട് വയ്ക്കുക. അതിന് ശേഷമാണ് ഇങ്ങനെ ഞെറിഞ്ഞ് ഞെറിഞ്ഞ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് വലിയ കാണിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിനൊരു നൂല് പിടിച്ച് വലിച്ച് കഴിഞ്ഞാലും ഞെറിവ് നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ടോ. അതിനേക്കാളും നല്ലത് ഇതുപോലെ തയ്ച്ചെടുക്കുന്നതായിരിക്കും. ബ്ലൗസിൻ്റെ കൈയിൻ്റെ ആ ഒരു ഭാഗത്ത് വെക്കുന്ന കാരണം തന്നെ അത് കുറച്ചും കൂടി നല്ല വൃത്തിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളതിൻ്റെ രണ്ട് കൈയിൻ്റെ ഭാഗത്തും നമ്മൾ വെച്ച് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേറെ നമ്മൾ കൈ തയ്ച്ചെടുക്കുന്നില്ല. കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് ഇത് നിൽക്കുന്ന കാരണം തന്നെ കുറച്ചും കൂടി ഈ ഒരു ഭാഗം ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കും കേട്ടോ. ഇനി നമുക്ക് അളവ് നോക്കിയിട്ട് വണ്ണം മാർക്ക് ചെയ്യാം. അതായത് കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്തും ഏറ്റവും താഴ്വശത്തെ വണ്ണവും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇറക്ക് കുറഞ്ഞ ടോപ്പായ കാരണം താഴ്വശത്ത് നമ്മൾ സ്ലിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ നേരെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് താഴോട്ട് നേരെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൈക്കുഴിയുടെ ഭാഗത്തുണ്ടല്ലോ നമ്മൾ തയ്ക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട്. നമ്മളവിടെ ഫ്രില്ല് തയ്ച്ചിട്ടുള്ള കാരണം അവിടെ ലേശം കട്ടി വരും. നമ്മുടെ സൂചി ഒടിയാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് ആ ഒരു ഫ്രില്ലിനെ നിർത്തി വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. ടോപ്പിൻ്റെ സൈഡ് കൂട്ടി തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടോപ്പ് തയ്ക്കൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോപ്പ് ഇതേപോലെയാണ് ഇരിക്കുക. കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രില്ല് തയ്ച്ചെടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം ഇതേപോലെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രില്ല് തയ്ച്ച് പിടിപ്പിച്ചതിൻ്റെ സെൻറ്റർ ഭാഗത്തുകൂടെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ വർക്ക് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ബ്ലൗസിൽ ടെക്കിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും നമുക്ക് ചെറുതായിട്ട് ടെക്കിട്ട് കൊടുക്കാം കേട്ടോ. കുട്ടി ബ്ലൗസിലൊക്കെ ഇതുപോലെ ഫ്രില്ലൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ മക്കൾ ഇടുമ്പോൾ കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു വർക്കൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ലുക്ക് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പാവാടയുടെ കൂടെയൊക്കെ ഇത് വന്ന് ഇട്ടിട്ട് വരുമ്പോൾ തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പാവാടയുടെ കൂടെ വരുന്ന ബ്ലൗസുകൾ ഇതുപോലെ സിമ്പിളായിട്ട് തയ്ച്ചിട്ടിടുന്നതാണ് കേട്ടോ കൂടുതൽ ഭംഗി.
നമ്മുടെ ബ്ലൗസിൻ്റെതേ കംപ്ലീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.